ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സജിത്ത് ബ്രോ കാരിക്കാറ്റ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ കുറേ ആമ്പലുകളും മീനുകളൊക്കെ ഉള്ള കുളമാണ്. ഇവിടെ ദിവസവും കുട്ടികൾ വന്ന് മീൻ പിടിക്കാറുണ്ട് ലീവുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഞാനും ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ഇന്ന് ഒന്ന് മീൻ പിടിക്കണമെന്ന്. ദേവട്ടി എപ്പോഴും പറയും മീൻ പിടിക്കാൻ പോവാന്ന്. അപ്പോൾ ഇത് നല്ല ആഴമുള്ള കുളമാണ്, മണ്ണൊക്കെ എടുത്ത് നല്ല ആഴമുള്ള കുളമാണ്. അപ്പോൾ ഞാൻ ചൂണ്ടെടുത്ത് വന്ന് കുറച്ച് മീനെ കിട്ടിയിട്ടോ. അത് ഒരു കല്ലിൻ്റെ ഇടയിൽ വെച്ചാണ്. ഞാൻ ഫോൺ എടുക്കാതെയാണ് വന്നിരുന്നത്. പിന്നെ ഫോൺ ചാർജിലിട്ടേന് പിന്നെ വീട്ടിൽ പോയി ഫോൺ എടുത്ത് വന്ന് മീനെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫോൺ വീട്ടിൽ വെച്ച് തീരെ ചാർജിലായിരുന്നു. മീൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചൂണ്ടെടുത്ത് ഈ നാഞ്ഞൂളില്ലേ അതെടുത്തിട്ടാണ് വന്നത് നേരെ കുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5-8 മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കിട്ടും വിചാരിച്ചില്ല, അതുകൊണ്ടായിട്ട് ഫോണൊന്നും എടുക്കാതെ വന്നത്. പിന്നെ കിട്ടിയപ്പം വീട്ടിൽ പോയി ഫോണൊക്കെ എടുത്ത് വന്നതാണ്. ഈ കല്ലിൻ്റെ ഇടയിലാണ് മീൻ വെച്ചത്. ഇത് ഭയങ്കര മീനാണ്. ഇത് വെള്ളം ഇല്ലെങ്കിലും കുറേ നേരം ചാകാതെ കിടക്കുന്ന സാധനം കേട്ടോ. ഞങ്ങളുടെ കറുപ്പ് എന്നാ പറയുന്നതിന്, വേറെ സ്ഥലത്ത് പല പേരാ പറയാം. നമ്മളെ പ്രസുവിൻ്റെ നാട്ടിൽ എന്താ കല്ലട്ടയോ അങ്ങനെ എന്താണ് പറയാം കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് പാലക്കാടുള്ള. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വന്നപ്പോൾ വേറെ ചെക്കന്മാരും വന്നിട്ടുണ്ട് കേട്ടോ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോൺ എടുത്ത് വരുമ്പോൾ ഇവിടെ കുറച്ച് ചെക്കന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ ഫോൺ കൊടുത്ത് അവരിൻ്റെ വീഡിയോ എടുക്കുകയാണ് മീൻ കിട്ടിയാൽ വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു മീൻ കിട്ടി. അത് ഈ ആമ്പലിൻ്റെ വള്ളിയിൽ കുടുങ്ങിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ കിട്ടിയ മീനൊക്കെ ഞാൻ പിടിച്ച് കോർത്ത് വീട്ടിലേക്ക് പോവാണ്. എടുത്ത് തന്നെയാണ് വീട്. പിന്നെ ഇത് വീഡിയോയിലൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ കോർക്കണത്. കുറേ കാലത്തിന് ശേഷം മീൻ പിടിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഞാനും ദേവട്ടിയൊക്കെ വന്നിട്ട് ഈ ചെമ്മീനെ പിടിക്കലുണ്ട്. അത് കുറേ ചെമ്മീനൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം മഴക്കാലമായിട്ട് മീൻ പിടിക്കാനൊന്നും ഇറങ്ങിയില്ല. ഇപ്പോൾ കിട്ടിയ മീനുമായിട്ട് ഞാൻ പോവുകയാണ് ഗേസ്. ഇത് ഇപ്പോൾ എടുക്കില്ല കേട്ടോ. ഞാനത് ഫ്രിഡ്ജിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ടും വൈഫും മക്കളൊക്കെ വരുന്നുണ്ട്. അവർ വരണോണ്ട് ഈ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയത്. ഇനി അവർ വരാനായിട്ടുണ്ട്, ടൈം ആയിട്ടുണ്ട്. അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താനായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം.